Hi friends, welcome back to our YouTube channel VJ Library. ഇന്ന് നമ്മളൊരു അൺബോക്സിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മളൊരു മൈക്രോഫോണാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഒരു വ്ളോഗറെ സംബന്ധിച്ച് ഒരു വളരെ പ്രധാനപ്പെട്ട സംഭവമാണ് ഈ മൈക്രോഫോൺ എന്ന് പറയുന്നത്. കാരണം നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബൈക്കിലൊക്കെ പോകുമ്പോൾ ഈ ഫോണിലാണ് നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്നത്. എന്തിനാണെങ്കിലും റെക്കോർഡ് ചെയ്യുമ്പോൾ ഈ നോയ്സ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ക്യാമറയിൽ നിന്ന് കുറച്ച് ദൂരം നിന്നിട്ടാണ് ആൾ പ്രസൻറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വോയിസ് ഒക്കെ വളരെ ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. കുറേയധികം നോയ്സ് വരും. ഇപ്പോൾ കാറ്റൊക്കെ ഉണ്ടെങ്കിൽ കാറ്റുണ്ടാവും. അപ്പോൾ ഭയങ്കരമായിട്ട് ഒന്നും ക്ലിയർ ആവില്ല. കാരണം നമുക്ക് ക്യാമറയ്ക്ക് അടുത്തുനിന്ന് സംസാരിച്ചാൽ മാത്രമേ ആ ഒരു എന്താ പറയുക ശബ്ദം പ്രോപ്പറായിട്ട് ക്യാപ്ചർ ആവുള്ളൂ. അപ്പോൾ അതൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ആണ് ഒരു മൈക്കിൻ്റെ ആവശ്യകത വരുന്നത്. അപ്പം നമ്മൾ ഒരു നല്ലൊരു മൈക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നേ മൈക്കിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ മൈക്ക്. റൈറ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ ലാവലിയർ മൈക്രോഫോൺ ലാവ് 101 എന്നാണ് ഈ മൈക്രോഫോണിൻ്റെ മോഡലിൻ്റെ പേര്. അപ്പോൾ ഇത് ആമസോണിൽ അവൈലബിൾ ആണ് ഇത് പർച്ചേസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ MRP കൊടുത്തിരിക്കുന്നത് 2000 രൂപയാണ്, അതായത് 1999 രൂപ. അപ്പോൾ പക്ഷേ ഒരു വെബ്സൈറ്റിൽ ഞാൻ കയറി നോക്കിയപ്പോൾ പ്രൈസ് 2000 തന്നെയാണ് പറയുന്നത്. പക്ഷേ അവർ ഓഫർ പ്രകാരം 1000 രൂപയ്ക്കാണ് ഇവർ വെബ്സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്യാൻ പറ്റുക. അപ്പോൾ ആമസോണിൽ നമുക്കിത് 700 സംതിങ്ങിനായിട്ട് ഇത് ഓർഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ വളരെ നല്ലൊരു മൈക്കാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് കണ്ടൻസർ ടൈപ്പ് മൈക്രോഫോണാണ്. അതായത് കണ്ടൻസർ ടൈപ്പ് എന്ന് പറയുമ്പോൾ അതായത് ഒരു കപ്പാസിറ്റർ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കുറച്ച് നോയ്സ് റിഡക്ഷനും ചെറിയ രീതിയിലൊരു ആംപ്ലിഫിക്കേഷനൊക്കെ നടത്താനായിട്ട് ഉള്ള സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തായാലും ഒരു ചെറിയൊരു വോൾട്ടേജ് അത്യാവശ്യമാണ്. വലിയ വോൾട്ടേജ് ഒന്നും വേണ്ട, 1.5 വോൾട്ടേജിൽ ബാറ്ററിയാണ് വേണ്ടത്. അത് ഓൾറെഡി ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു ബാറ്ററി ഇൻബിൽഡായിട്ട് വരുന്നുണ്ട്. അതുകൂടെ ഒരു എക്സ്ട്രാ ബാറ്ററി കൂടിയുണ്ട്. പിന്നെ എന്ന് പറഞ്ഞത് പോളാർ പാറ്റേൺ ഓംനി ഡയറക്ഷണലാണ്. ഓംനി ഡയറക്ഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ മൈക്രോഫോൺ ആണെങ്കിൽ ഇതിൻ്റെ പല ഡയറക്ഷനിൽ നിന്നുള്ള ശബ്ദം റെക്കോർഡ് ചെയ്യാനുള്ള ഒരു കഴിവ് ആ മൈക്രോഫോൺ ഉണ്ടാവും. ഇപ്പോൾ ഡയറക്ഷണൽ മൈക്രോഫോൺ ആണെങ്കിൽ ഒരു പ്രത്യേക ഡയറക്ഷനിൽ വരുന്ന ഒരു ശബ്ദം മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അതിന് പല ഡിഫക്റ്റ് ഉണ്ടാവും. കാരണം ശബ്ദം ഇവിടെ നിന്നാണ് വരുന്നുണ്ടെങ്കിൽ അപ്പോൾ അത് പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യില്ല. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എല്ലാ ഡയറക്ഷനിൽ നിന്നും റെക്കോർഡ് ചെയ്യും. പിന്നെ ഇതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ വളരെയധികം നീളമുള്ളൊരു കേബിളാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. അതായത് 6 മീറ്റർ 20 ഫീറ്റ്, അതായത് 6 മീറ്ററാണ് ഇതിൻ്റെ ലെങ്ത്. വളരെ സഫീഷ്യൻ്റ് ആണ്. ഞാനിപ്പോൾ മൈക്ക് ഡ്രസ്സുമൊക്കെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലെങ്ത് ഓൾമോസ്റ്റ് അവിടെ വരെയൊക്കെ എത്തും. അപ്പോൾ നമുക്ക് കൂളായിട്ട് നമുക്ക് ഇന്ന് റെക്കോർഡ് ചെയ്യാം, സംസാരിക്കാം. ഇതിൻ്റെ വാറണ്ടി എന്ന് പറയുന്നത് 1 ഇയർ ആണ്. അപ്പോൾ നമ്മളിത് വെബ്സൈറ്റിൽ അതിൻ്റെ സീരിയൽ നമ്പറും മറ്റ് ഓർഡർ നമ്പർ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ആമസോണിൻ്റെ ഓർഡർ നമ്പറൊക്കെ നമ്മൾ അടിച്ചു കൊടുത്താൽ മാത്രമേ ഇത് വാറണ്ടി ആക്ടിവേറ്റ് ആവുള്ളൂ. അപ്പോൾ ആ പ്രൊസീജിയറൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഞാൻ നമുക്ക് സ്ക്രീനിൽ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ്. നമുക്കിപ്പോൾ ഇതൊന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പൗച്ച് വരുന്നുണ്ട്. അതായത് മൈക്ക് സെറ്റൊക്കെ ഇട്ട് വയ്ക്കാനായിട്ട് വളരെ നല്ല ക്വാളിറ്റിയാണ്. പിന്നെ നമുക്ക് യൂസർ മാനുവൽ ഉണ്ട്. ഇതിൽ മൈക്രോഫോൺ എങ്ങനെ യൂസ് ചെയ്യേണ്ടത്, ബാറ്ററി എങ്ങനെയാണ് ഇൻസെർട്ട് ചെയ്യേണ്ടത്, എല്ലാ കാര്യങ്ങളും ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിലൊരു ബാറ്ററി ഉണ്ട്, നമുക്ക് 1.5 വോൾട്ടിൻ്റെ ബാറ്ററി. പിന്നെ അതുകൂടാതെ ഒരു സ്പോഞ്ച് പോലത്തെ, അതായത് നമുക്ക് മൈക്രോഫോൺ വയ്ക്കാനുള്ളത്. പിന്നെ ഒരു ക്ലിപ്പുണ്ട്. ഇതാണ് നമ്മുടെ മൈക്ക്. ഇത് മൈക്കിൻ്റെ കൺട്രോൾ സിസ്റ്റമാണ്. അതായത് ഈ കൺട്രോൾ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു ബട്ടൺ ഉണ്ട് നമുക്കത്. അതായത് മൊബൈൽ ഫോൺ യൂസ് ചെയ്യുമ്പോൾ ഒരു ഓപ്ഷൻ, അതേപോലെ മറ്റ് ഡിവൈസസ് ലൈക്ക് SLR, കമ്പ്യൂട്ടർ, അങ്ങനത്തെ ഡിവൈസസ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആ ബട്ടൺ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കണം. ഇപ്പോൾ സ്മാർട്ട് ഫോൺ ആണെങ്കിൽ ഓഫ് എന്നുള്ള ഒരു പൊസിഷനിൽ ഇട്ടാൽ മതി. മറ്റ് ഡിവൈസസ് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ മുകളിലോട്ട് സ്ലൈഡ് ചെയ്യണം. ഇവിടെ നമുക്കൊരു ക്ലിപ്പ് പോലെയുണ്ട്. അതായത് ഷർട്ടുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് അങ്ങനെ ക്ലിപ്പ് ചെയ്ത് വയ്ക്കാം. ബാറ്ററി മാറ്റാനായിട്ട് നമുക്കിത് ഊരാൻ പറ്റും.
ഓൾറെഡി ഒരു ബാറ്ററി ഇതിൻ്റെ ഉള്ളിലുണ്ട്. അതുകൂടാതെ നമുക്കൊരു എക്സ്ട്രാ ബാറ്ററിയും കൂടി തന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ സ്പോഞ്ച് ഒന്ന് പിടിപ്പിക്കാം. ഇപ്പോൾ ഈ സ്പോഞ്ച് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുവിധം നോയ്സും കാര്യങ്ങളൊക്കെ, ഇപ്പോൾ കാറ്റ് മൂലമുള്ള നോയ്സ് അങ്ങനത്തെ ഒക്കെ നമുക്ക് ഇത് ഒരുവിധമൊക്കെ ഇത് ഒഴിവാക്കും. അതിന് വേണ്ടിയാണ് നമ്മൾ സ്പോഞ്ച് യൂസ് ചെയ്യണത്. ഈ ഹെഡ്സെറ്റ് വരുന്നത് 3.5mm ഓഡിയോ ജാക്കാണ്. അതുകൂടാതെ അതിനേക്കാളും വലിയ ആയിട്ട് കണക്ടർ വേണമെന്നുണ്ടെങ്കിൽ അതും ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിനോടൊരു ക്ലിപ്പ് വരുന്നുണ്ട്. ക്ലിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല, ഇൻ്റർവ്യൂസൊക്കെ നടക്കുമ്പോൾ മൈക്ക് ഇങ്ങനെ നമ്മുടെ ഷർട്ടിൻ്റെ കോളറുമൊക്കെ പിടിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പർപ്പസാണ് ഇതിനുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ പ്രൊഡക്റ്റ് രജിസ്ട്രേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇക്കാലത്ത് ഒട്ടുമിക്ക ഇലക്ട്രോണിക് ഡിവൈസസ് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർ വെബ്സൈറ്റിൽ കയറിയിട്ട് പ്രൊഡക്റ്റ് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ വാറണ്ടി ആക്ടിവേറ്റ് ആവുള്ളൂ. പണ്ട് നമ്മൾ ബില്ലും അതിൻ്റെ സീലും ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നടക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ചില പ്രൊഡക്ട്സ് ആണെങ്കിൽ വാങ്ങിച്ചിട്ട് ഇത്ര ദിവസങ്ങൾക്കുള്ളിൽ അത് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ വാറണ്ടി കിട്ടുള്ളൂ എന്നും കൂടി പറയാറുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. കൂടെ വരുന്ന യൂസർ മാനുവലും ഡിസ്ക്രിപ്ഷനൊക്കെ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക ഇതിനെക്കുറിച്ച്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിന്റെ വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ wrightmic.co.in എന്നാണ്. അത് സ്ക്രീനിന് താഴെ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ പ്രൊഡക്റ്റ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതാണ് ആ പേജ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ പേര് ചോദിക്കുന്നുണ്ട്, സർനെയിം ചോദിക്കുന്നുണ്ട്, ഇമെയിൽ, മൊബൈൽ നമ്പർ, അഡ്രസ്സ് അതൊക്കെ ഫില്ല് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പ്രൊഡക്റ്റ് നെയിമാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വണ്ണാണ് റൈറ്റ് 101. ആക്ച്വലി പ്രൊഡക്റ്റ് നെയിം റൈറ്റ് LAV 101 എന്നാണ് കാണിക്കുന്നത്. പക്ഷേ അതിവിടെ കറക്റ്റായിട്ട് കാണിക്കുന്നില്ല. പക്ഷെ അപ്പോൾ നമുക്ക് അതിനോട് സിമിലർ ആയിട്ടുള്ള ഫസ്റ്റ് പ്രൊഡക്റ്റാണ്. അപ്പോൾ അത് സെലക്ട് ചെയ്യുക. പിന്നെ SKU കോഡ് നിങ്ങൾക്ക് ആമസോണിൻ്റെ അതായത് പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യുന്ന പേജിൽ നിന്ന് കിട്ടും. പിന്നെ ഇത് പിന്നീട് ചോദിക്കുന്നത് ആമസോൺ ഓർഡർ ID ആണ്. അത് നമ്മൾ ഒരു ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻവോയ്സിൽ കാണാൻ പറ്റും. ആ സെയിം പേജിൽ തന്നെ കാണാൻ പറ്റും. അപ്പോൾ അതുകൂടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. പർച്ചേസ് ഡേറ്റ് നമ്മൾ ഓർഡർ ചെയ്യുന്ന ആ ഡേറ്റ് സെലക്ട് ചെയ്യുക. പിന്നെ രജിസ്റ്റർ മൈ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതോടുകൂടി നമ്മുടെ പ്രൊഡക്റ്റ് രജിസ്റ്റേർഡ് ആയെന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് ഇവിടെ വരും. അപ്പോൾ അത്രയേ ഉള്ളൂ പ്രൊഡക്റ്റ് രജിസ്ട്രേഷനെ കുറിച്ച്. അപ്പോൾ നമ്മൾ അൺബോക്സിംഗ് ഒക്കെ കണ്ടു. അപ്പോൾ എന്തൊക്കെയാണ് അതിലെ കണ്ടൻസ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതുകൂടാതെ നമുക്കിനി മൈക്രോഫോണിന്റെ ക്ലാരിറ്റി എന്തോരുണ്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ അതിന്റെ കമ്പാരിസൺ നോക്കാം. വിത്ത് ഓർ വിത്തൗട്ട് മൈക്രോഫോൺ എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാം. എന്തെങ്കിലും വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മൈക്രോഫോൺ വെച്ചിട്ടുള്ള റെക്കോർഡിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എത്രമാത്രം ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത്. ഒരു നോയ്സൊക്കെ കുറച്ച് കുറവ് പോലെ ഫീൽ ചെയ്യുന്നില്ലേ? അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഈ മൈക്ക് നല്ലൊരു മൈക്കാണ്. 700 സംതിങ് ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ എല്ലാവരും താല്പര്യമുള്ളവർ പോയിട്ട് വാങ്ങിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വ്ളോഗർ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മൈക്ക് നോക്കുന്നവരുണ്ടെങ്കിൽ അവരായിട്ട് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.